അതായത് ലൈൻ എ ബി plan length and elevation length of a line AB which is 80 mm long and A 20 mm above HP and 10 mm in front of AB. ഇത്ര ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻസ് വരച്ച് ട്രേസസ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റയില് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പ്ലാൻ ലെങ്ത് തന്നിട്ടുണ്ട്, എലിവേഷൻ ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ എൻഡ് പോയിന്റിന്റെ രണ്ട് എൻഡ് പോയിന്റിന്റെയും ഒരു എൻഡ് പോയിന്റിന്റെ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. അതായത് ഒരു എൻഡ് പോയിന്റിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനുള്ള ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനുള്ളതാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഏതൊരു പ്രോബ്ലം ലൈൻസിന്റെ ചെയ്യുമ്പോഴും നമ്മൾ ഡാറ്റ എടുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഡാറ്റയിൽ ഒരു എൻഡ് പോയിന്റിന്റെ പ്രൊജക്ഷൻസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഏത് എൻഡ് പോയിന്റിന്റെ പ്രൊജക്ഷൻസ് ആണോ എന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് സജസ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. എൻഡ് എയുടെ കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 20 mm above HP and 20 mm above XY, then 10 mm in front of BP plus 10 mm below XY. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്കുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ് അല്ലെ, അതായത് അതിന്റെ ട്രൂ ലെങ്ത്, പ്ലാൻ ലെങ്ത്, എലിവേഷൻ ലെങ്ത്. ഇത് യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കണം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ഇവിടെ പ്ലാൻ ലെങ്തിനും എലിവേഷൻ ലെങ്തിനും പകരം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഇതായിരുന്നു, അതായത് തീറ്റയും ഫൈ ആയിരുന്നു. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. ഇത് ഒരു ഇൻഡയറക്റ്റ് പ്രോബ്ലം ആണ്. യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് 90% ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോ ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് പ്രോബ്ലത്തില് നമ്മൾ നേരത്തെ പഠിച്ച പല തിയറികളും നമ്മൾ ആലോചിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്ത് അങ്ങനെ സോൾവ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോ ഈ മൂന്ന് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോ നമുക്കിപ്പോ ട്രൂ ലെങ്ത് ഉണ്ട്. ഈ പ്രൊജക്ഷൻസ് വരയ്ക്കണമെങ്കിൽ ട്രൂ ഇൻക്ലിനേഷൻ അറിഞ്ഞിരിക്കണം. ട്രൂ ഇൻക്ലിനേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ മൂന്ന് ഡാറ്റയിൽ നിന്ന് നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ കേസ് 1 ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ കളിക്കാം. കേസ് 1 മാർക്ക് ചെയ്തു. B1 ജസ്റ്റ് ഇതാണ് AB അല്ല, അതായത് ഇത് പ്ലാൻ ലെങ്ത്, ഇത് ട്രൂ ലെങ്ത്, ഈ ആംഗിള് തീറ്റ. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഒരുപാട് നമ്മൾ നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതായത് എലിവേഷൻ ട്രൂ ലെങ്ത്, പ്ലാൻ ലെങ്ത്, അതുപോലെ തീറ്റ. അപ്പോ ഞാൻ ഈ ലെങ്ത് അല്ല, ഈ AB എന്ന ലെങ്ത്, ഈ ലെങ്ത് തന്നെയല്ലേ ഇവിടെയും, ഈ രണ്ട് ലെങ്ത്തുകളും ഈക്വൽ അല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് ട്രൂ ലെങ്ത് ആണെങ്കിൽ ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പോ ഇത് പ്ലാൻ ലെങ്ത് തന്നെ ആയിരിക്കില്ലേ. ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാണ്. ട്രൂ ലെങ്ത്, തീറ്റ, പ്ലാൻ ലെങ്ത്. ഇപ്പൊ ഇത് ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ നമുക്ക് പ്ലാൻ ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ട്രൂ ലെങ്ത് അറിയാം. അപ്പൊ പ്ലാൻ ലെങ്തും ട്രൂ ലെങ്തും അറിയാമെങ്കിൽ നമുക്ക് തീറ്റ കണ്ടുപിടിച്ചുകൂടെ. ഈ റിലേഷൻസ് വെച്ചിട്ട് ഈ റിലേഷൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇപ്പൊ ഈ കേസ് 1 നിന്ന് നമ്മൾ അത് സെപ്പറേറ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പ്ലാൻ ലെങ്തും ട്രൂ ലെങ്തും അറിയാമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. അപ്പോ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇതിൽ ഏതെങ്കിലും രണ്ട് ഡാറ്റ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മൂന്നാമത്തെ ഡാറ്റ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാം ചെയ്യാൻ എന്നുള്ളത്. അപ്പോ ഈ പ്ലാൻ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ട്രൂ ലെങ്ത്തും തീറ്റ അറിയാമെങ്കിൽ പ്ലാൻ ലെങ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ ഇത് യൂസ് ചെയ്ത് രണ്ട് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂന്നാമത്തെ ഡാറ്റ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ മാത്തമാറ്റിക്കലി എന്താ ചെയ്യാം? നമ്മൾ ഗ്രാഫിക്കലി ആണ് കണ്ടുപിടിക്കുന്നത്. ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാൻ കുറെ കൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഗ്രാഫിക്കലി ഇപ്പോ നമുക്കിവിടെ ട്രൂലായിട്ട് 80 mm തന്നത്, പ്ലാൻ 65 mm എന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ടും അറിയുവാണെങ്കിൽ എങ്ങനെയാണ് ഗ്രാഫിക്കലി തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോ ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ സൊല്യൂഷന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോ ഇനീഷ്യൽ സ്റ്റേജിലും നിങ്ങൾ പല സ്റ്റുഡൻസിന്റെ ഒരു ലെവൽ വെച്ചിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നല്ല ബ്രില്യന്റ് ആയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, ഇതിനുള്ളിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കുന്നത്, കാരണം ആ കൺഫ്യൂഷൻ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് ചെയ്താലും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എക്സാമിന് യാതൊരു ഇഷ്യൂസും വരില്ല. ഓക്കെ, അപ്പോ എനിക്ക് അറിയാം ട്രൂ ലെങ്ത് 80 mm അറിയാം, പ്ലാൻ ലെങ്ത് 65 mm എന്നറിയാം. ഇനി എനിക്ക് തീറ്റ കണ്ടുപിടിക്കണം. കാരണം തീറ്റ കിട്ടിയാലാണ് എനിക്ക് B1' ഒക്കെ വരച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്കലി ആക്കി ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിക്കലി ഞാൻ ആദ്യം പ്ലാൻ ലെങ്ത് 65 mm പ്ലാൻ ലെങ്ത് വരയ്ക്കണം. 65 mm പ്ലാൻ ലെങ്ത് ഞാൻ വരയ്ക്കും. ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കും. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് 65 mm പ്ലാൻ ലെങ്ത് വരയ്ക്കും. അതിനുശേഷം അതിന്റെ ഒരു ആംഗിളിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഓക്കെ, ഒരു ആംഗിളിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഇനി എനിക്ക് ട്രൂ ലെങ്ത് അറിയാം, ട്രൂ ലെങ്ത് 80 mm അറിയാം. ഈ 80 mm കോമ്പസിൽ എടുക്കാം. ഇത് ഇവിടെ ഈ പോയിന്റ് സെന്റർ ചെയ്ത് ഞാൻ 80 mm ആർക്ക് കട്ട് ചെയ്തു. ഇത് 80 mm ആണ്. അപ്പോൾ നമുക്ക് തീറ്റ എത്രയാണെന്നുള്ളത് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വൽ ഡയമെൻഷൻസ് വെച്ച് നിങ്ങൾ ഈ സൊല്യൂഷന്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയോ ഒരു സ്പേസ് ഉള്ള ഭാഗത്ത്, അതായത് ഇതിന് ക്ലോസ് ആയിട്ട് തന്നെ വേണം ഇതിന് ഇവിടെ വരച്ചു വെക്കുക. അപ്പൊ 65 mm ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരച്ചു, അതിന് രണ്ടിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അതിനുശേഷം 80 mm ഞാൻ ആർക്ക് കട്ട് ചെയ്തു, ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോ ഈ രണ്ട് ഡാറ്റ യൂസ് ചെയ്ത് ഞാൻ തീറ്റ എത്രയാണെന്നുള്ളത് എനിക്ക് കിട്ടി, ഞാൻ തീറ്റ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾക്കിപ്പോ ഇതിപ്പോ ഈ കേസിൽ നമുക്ക് ഇതാണ് കിട്ടിയത്. ഇനിയിപ്പോ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്ത്, അതായത് ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ട്രൂ ലെങ്ത് പ്ലാൻ ലെങ്ത് തീറ്റ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിൽ ഗ്രാഫിക്കലി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രൂ ലെങ്ത് തീറ്റ അറിയുകയാണെങ്കിൽ പ്ലാൻ ലെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, ട്രൂ ലെങ്തില് തീറ്റ എടുത്തിട്ട് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമ്മള് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാല് ഇതായിരിക്കും അതിന്റെ പ്ലാൻ ലെങ്ത്. അപ്പോൾ നമ്മൾ പ്ലാൻ ലെങ്ത് കണ്ടുപിടിക്കാം. ഇനി പ്ലാൻ ലെങ്തും തീറ്റയും അറിയാമെങ്കിൽ എങ്ങനെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പ്ലാൻ ലെങ്തും തീറ്റയും അറിയെങ്കിൽ ആദ്യം നമ്മൾ പ്ലാൻ ലെങ്ത് ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കും. അതിനുശേഷം ഒരു ആംഗിളിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഓക്കെ, ഇനി നമുക്കറിയാം തീറ്റയാണ് അറിയാം. തീറ്റ യൂസ് ചെയ്ത് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് തീറ്റ യൂസ് ചെയ്ത് ലൈൻ വരയ്ക്കും. നിങ്ങൾക്ക് തീറ്റ അറിയാം, പ്ലാൻ ലെങ്ത് അറിയാം. പ്ലാൻ ലെങ്ത് അറിയുന്ന പ്ലാൻ ലെങ്ത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അതിന്റെ ഒരു ആംഗിളിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അതിനുശേഷം തീറ്റ യൂസ് ചെയ്ത് ലൈൻ വരയ്ക്കാം. അപ്പോ ഇതാണ് അതിന്റെ ട്രൂ ലെങ്ത്. അപ്പോ ഇതിലെ ഈ മൂന്ന് മെത്തേഡുകൾ, അതായത് ഏതെങ്കിലും രണ്ട് ഡാറ്റ അറിയാമെങ്കിൽ മൂന്നാമത്തെ ഡാറ്റ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഗ്രാഫിക്കലി നമ്മൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗ്രാഫിക്കലി ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫിക്കലി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു.
ജസ്റ്റ് ഈ രണ്ടെണ്ണം കീപ്പ് ചെയ്യണം ഒന്നുകൂടെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തീറ്റ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ തീറ്റ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡാഷ് b1 ഡാഷ്. ഇനി ഇപ്പൊ കാര്യങ്ങൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയും, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡാഷ് b1 ഡാഷ് വരച്ചു, ab1 വരച്ചു. Then locus of b dash, b dash മാർക്ക് ചെയ്തു. ഓൾറെഡി നമുക്ക് കിട്ടി കഴിഞ്ഞതാണ്. ഇത് വരച്ചപ്പോൾ നമുക്ക് തീറ്റ കിട്ടി കഴിഞ്ഞു. അപ്പോ ലോക്കസ് ഓഫ് ബി ഡാഷ് മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈ അറിയാം. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് ഫൈ അറിയാം. പക്ഷെ നമുക്ക് ഇവിടെ ഫൈ ഇല്ല, അതിന് പകരം എലിവേഷൻ എന്താണുള്ളത് അല്ലെ. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിന് പകരം അതായത് ഫൈ inclination to VP പകരം ഇവിടെ എലിവേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ സെക്കൻഡ് കേസ് ആലോചിക്കുക. സെക്കൻഡ് കേസ് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ സെക്കൻഡ് കേസ് വരുന്നത് B2 dash AB2 അല്ലേ. എലിവേഷൻ ലൈൻ. അപ്പൊ നേരത്തെ പോലെ തന്നെ ഈ ലെങ്ത് തന്നെയായിരിക്കും ഈ ലെങ്ത്, അതായത് ഇതും എലിവേഷൻ ലെങ്ത് തന്നെയായിരിക്കും. അപ്പോ നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൂടി വരയ്ക്കാം. എലിവേഷൻ ലൈൻ. ഇത് രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇത് കേസ് 1, ഇത് കേസ് 2. ഇതിൽ നിന്ന് ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രൂ ലെങ്തും എലിവേഷൻ ലെങ്തും അറിയാമെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി ഫൈ കണ്ടുപിടിക്കാം. ട്രൂ ലെങ്തും ഫൈ അറിയാമെങ്കിൽ എലിവേഷൻ ലെങ്ത് കണ്ടുപിടിക്കാം. എലിവേഷൻ ലെങ്തും ഫൈയും അറിയാമെങ്കിൽ നമുക്ക് ട്രൂ ലെങ്തും ഗ്രാഫിക്കലി കണ്ടുപിടിക്കാം. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഉള്ളത് ട്രൂ ലെങ്തും എലിവേഷൻ ലെങ്ത് ആണ്. അതായത് ഗ്രാഫിക്കലി നമ്മൾ ഫൈ കണ്ടുപിടിക്കാം. എലിവേഷൻ ലെങ്ത് ഹൊറിസോണ്ടൽ എലിവേഷൻ എത്രയാണ്? 55 ഞാൻ ഹൊറിസോണ്ടലി ഒരു ലൈൻ വരച്ചു. അതിനുശേഷം പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. 80 mm ലെങ്ത് എത്രയാണ്? 80 mm കോമ്പസിലെ സെന്റർ ചെയ്ത് ലൈൻ വരച്ചു. മാർക്ക് കട്ട് ചെയ്തു, ജോയിൻ ചെയ്തു. നമുക്ക് ഇതിൽ 5 എത്രയാണെന്ന് കിട്ടി. അപ്പൊ ഈ രണ്ട് ലൈൻ യൂസ് ചെയ്ത് നമ്മൾ 5 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. Then 5 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ AB2 80 mm ലെ 5 AB2 കഴിഞ്ഞു. ലോക്കസ് ഓഫ് B നമുക്ക് കിട്ടി കഴിഞ്ഞു. അപ്പോൾ AB1 ഇവിടെ ഓൾറെഡി AB1 ഉണ്ട്, റൊട്ടേറ്റ് ചെയ്തു. സോ B കിട്ടി. B dash B dash. ഇനി ഇതിന്റെ ട്രേസസ് മാർക്ക് ചെയ്യാം. ട്രേസസ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എലിവേഷൻ ആക്ച്വൽ എലിവേഷൻ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് H dash, ആക്ച്വൽ പ്ലാൻ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് HT VT. അപ്പോൾ ആക്ച്വൽ എലിവേഷനും ആക്ച്വൽ പ്ലാൻ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ ട്രൂ ലെങ്ത് ലൈൻസ് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്ത് ട്രേസസ് മാർക്ക് ചെയ്യാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോ ഇത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ ഇതില് നമുക്ക് എൻഡ് പോയിന്റിന്റെ ഡയമെൻഷൻസ് തന്നിട്ട് അതിനനുസരിച്ച് ആ ഡയമെൻഷൻ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അപ്പോ ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് യൂസ് ചെയ്ത് ഗ്രാഫിക്കലി ഈ സംഭവം നമുക്ക് നേരിട്ട് ഇതിനുള്ളിൽ വർക്ക്ഔട്ട് ആയിട്ട് ചെയ്യാം. പക്ഷെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് വളരെ എറർ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വരച്ച് ഞാൻ കണ്ടത്. ഇങ്ങനെ സെപ്പറേറ്റ് വരച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ സൊല്യൂഷന്റെ അടുത്തായിട്ട് ചെയ്യണമെന്ന് മാത്രം. ആക്ച്വൽ ഡയമെൻഷൻസ് എടുത്ത് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സീറ്റ് ഫൈവും കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇൻഡയറക്റ്റ് പ്രോബ്ലത്തിൽ ചിലപ്പോ ഇതുപോലെ നമുക്ക് ഇൻക്ലിനേഷൻസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് തന്നു വരില്ല. അതിന് പകരം വേറെ പ്ലാൻ ലെങ്ത് എലിവേഷൻ ലെങ്ത് ഒക്കെ തരും. അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും രണ്ട് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഡാറ്റ കണ്ടുപിടിക്കാം.
അപ്പൊ നമുക്ക് ഏത് ഡാറ്റയാണ് സൊല്യൂഷൻ വർക്ക്ഔട്ട് ചെയ്യാൻ ആവശ്യം എങ്കിൽ അത് ആലോചിച്ച് കണ്ടുപിടിക്കുക. ഗ്രാഫിക്കലി കണ്ടുപിടിക്കണം, മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗ്രാഫിക്കലി കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഗ്രാഫിക്കലി കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം, കാരണം മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ആവശ്യമുണ്ട്. അത് മാത്രമല്ല അത് കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും പോയിന്റ് ഒക്കെ ആയിട്ട് വരും, ഞങ്ങളൊക്കെ പോയിന്റ് ആയിട്ട് വരും, അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇത് ഗ്രാഫിക്കലി കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇനി ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ.